ഇന്ന് നമുക്ക് തേങ്ങ അരച്ചൊരു അടിപൊളി മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇത് അയിലയാണ്. ഇത് ചെറിയ അയില ചെറുതായിപ്പോയി, എന്നാൽ സാരമില്ല, നല്ലതാണ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. 1/2 കിലോ അയിലയുണ്ട്, അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇനി അരയ്ക്കാൻ ആവശ്യത്തിന് അരമുറി തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവ, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇത് വാളംപുളിയാണ്, കുരുവില്ലാത്ത വാളംപുളി. ഇതൊരു 4 പച്ചമുളക്. പിന്നെ കറിയിലേക്ക് അരിഞ്ഞിടാൻ പച്ചമുളക് 4 എണ്ണം ഞാൻ നടുവേ കീറിയതാണ്. ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, താളിക്കാൻ കറിവേപ്പില, ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇത് അരയ്ക്കാനുള്ള കൂട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കറിവേപ്പില, ചെറിയ ഉള്ളി, മുളക് പൊടി, വാളംപുളി, ഒരു 1/4 സ്പൂൺ ഉലുവ, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 4 പച്ചമുളക്. ഇത് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം. അരപ്പ് ഞാനിവിടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്റ്റൗ കത്തിക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോ അയിലയാണ്, ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വേവിക്കാം. കറി നന്നായി തിളച്ച് ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാറിന് നല്ല കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെച്ചിട്ട് എണ്ണ കാച്ചാം. എണ്ണ കാച്ചാൻ വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു കൊടുക്കുക. ഒരു 4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
തേങ്ങ അരച്ച മീൻകറി തയ്യാറായിട്ടുണ്ട്.